കായും കോയി. ഇപ്പം കായ് ചിക്കിട്ട് വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഇപ്പം പോയിട്ട് എവിടെയോ കൊയിലാണ്ടി കൊണ്ടുപോയി വാഴോ. കായും കോയും കൂട്ടാതെ കൊറേ ആയി. ഇറച്ചി കഴുകുന്ന എത്രയാ? കായതേ എല്ലാം നിങ്ങ എത്ര സമയമായി കായ് ചിക്കാൻ പോയിട്ട്? ആ കായ് ഇടണ്ടെങ്കിൽ ഞാൻ നേരത്തെ കറിയാക്കട്ടെ. കായ് ചിക്കിട്ട് ആ പാറക്കന്നെ വേണ്ടേ? അങ്ങ് വാഴ വെച്ചതിനുള്ള ബുദ്ധിമുട്ടാണ്. നീയുടെ ഇറച്ചി കഴുകുന്നത്രല്ലേ? വേഗം നോക്കുന്നല്ല പരിപാടി. വാഴ വെക്കുമ്പം വീട്ടിന്റെ മുന്നിൽ 2-3 കുഴിച്ചിടണം. എന്നാലേ അത്യാവശ്യത്തിന് ചുറ്റിയെടുക്കാൻ കിട്ടുള്ളൂ. ഇത് അങ്ങ് കൊയിലാണ്ടി കൊണ്ട് വെച്ചാൽ തന്നെ ഉണ്ടാവും. അല്ലപ്പ നിങ്ങൾ കായും വെച്ചിട്ട് ഇങ്ങനെയോ ഇനി? ഞാനൊന്ന് തറവാട്ടിലേക്ക് പോയതാപ്പ. അച്ഛനാണെന്ന് ചക്ക പറിക്കുന്നുണ്ടായി. ചക്ക ഇങ്ങോട്ട് എടുത്തു. ചക്ക ആക്കണം പറഞ്ഞ എനക്കാവും ചെയ്യട്ടോ. ഈ ചക്ക നീ ഇപ്പൊ ആക്കിയൊന്നും വേണ്ട, പിന്നെ ആക്കാ മതി. എന്നാ പിന്നെ കുറച്ച് ഉള്ളിയിൽ മുറിക്കാൻ കൂടി. 12:45 ഒരു 1:30 ആവുമ്പോ അച്ഛൻ ചോറുണ്ണു. ഞാൻ ഉള്ളി മുറിച്ചു തരാം. കയ്യോ സമയം 12:45 അല്ലേ? അച്ഛൻ ചോറ് വയ്ക്കാനോ പോലപ്പ. എല്ലാം മുറിച്ച് റെഡിയാക്കി കേട്ടാ. എല്ലാം മുറിച്ച് റെഡിയാക്കിയെന്ന്. ആ പൊടികൾ എടുക്കാന്നാലേ, മസാലപ്പൊടികൾ എടുക്ക. കേൾക്കുന്നുണ്ടാ പറയുന്നത്? തോട്ടിൽ വെള്ളത്തിന്റെ ഒച്ചക്ക് ഒന്നും കേൾക്കൂല പറയുന്നത്. ഇടവക്ക്. അപ്പൊ നമ്മുടെ കായും കോയിലേക്ക് ചേർക്കുന്ന ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയുണ്ട്, പച്ചമുളക്, നമ്മുടെ സവാള, ചെറിയ ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, തക്കാളി, നമ്മുടെ ഇഞ്ചി കേട്ടാ. ആദ്യം നമ്മുടെ കോയി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമ്മുടെ കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം ഇതിലേക്ക് തട്ടി കൊടുക്കുക. പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അടുത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടി, അടുത്ത നമ്മുടെ സാദാ മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി. ഇനി നമ്മുടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലൊന്ന് പെരക്കിയെടുക്കാം. നല്ല വൃത്തിയൊന്ന് മസാല പിടിക്കട്ടെ. അപ്പം നമ്മുടെ ഒരു ചേരുവ കൂടി ചേർക്കാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ ഉപ്പ് ഉപ്പ് കുറച്ചിട്. ഓക്കെ, ഒന്നും കൂടെ കുഴക്കണമെന്നേ ഇല്ല. പ്രധാനപ്പെട്ട ആളെ മറന്നുപോയി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ കോയിൽ നിന്ന് വെള്ളം വരും, പക്ഷെ നമ്മുടെ കായും ഉണ്ടല്ലോ. ഓക്കെ, വേവട്ടെ. വന്നിട്ടുണ്ടാവുക ഇല്ല അല്ലേ? സമയം ഇപ്പം എത്ര ആയി അറിയാം? 1:45. അച്ഛനമ്മ അവിടെ ചോറ് കഴിച്ചിട്ടുണ്ടാവും.
ഞാൻ നേരത്തെ പോയ ചക്ക വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ചക്ക വാങ്ങാക്കുന്നുണ്ടാ? അച്ഛൻ അടങ്ങിയിരിക്കൂല. അതുകൊണ്ട് ചക്ക ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നി. അച്ഛൻ 1 മിനിറ്റ് അടങ്ങിയിരിക്കൂല. 1 മിനിറ്റ് അച്ഛൻ അടങ്ങിയിരിക്കില്ല. പക്ഷെ നമ്മളോട് ഓരോരാളും പറഞ്ഞ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല. അതേപോലെ എന്നോട് സ്റ്റാൻഡിന്നെല്ലാം കണ്ട എങ്ങനെ പറയാം. നമ്മ പണിയെടുപ്പിക്കുന്നല്ല, അച്ഛൻ എടുക്കുന്നത്. അച്ഛൻ എല്ലാ പണിയും ചെയ്യും. എല്ലാ പണിയും അച്ഛൻ വെറുതെ ഇരിക്കുന്ന അച്ഛന് ബുദ്ധിമുട്ട്. വെറുതെ ഇരുന്നവനക്ക് വൈകുന്നേരം എണീക്കാൻ കഴിയില്ല. അതുകൊണ്ടാ അച്ഛൻ ഈ പ്രായത്തിൽ എണീച്ച് കിടക്കുന്നത്. മോളൊന്നും കയറാൻ പറ്റില്ല. അച്ഛൻ കയറാൻ തോട്ടിലേക്കെല്ലാം പോകാനെല്ലാം നോക്കാണെല്ലാം കൊണ്ട് നമ്മ പറയല നേരം വിടില്ല. നമ്മളെ കാണാണ്ട് അപ്പുറത്തേക്ക് പോകും. എന്നാലും ഞാൻ ഇടുന്ന് പിടിക്കും. അതാണ് അച്ഛൻ. വിറക് പൊട്ടിക്കാൻ പോകും. അച്ഛൻ വീഡിയോയിൽ കാണുന്ന അച്ഛൻ്റെ തനതായ രീതി തന്നെയാണ് പലപ്പോഴും. അച്ഛൻ പണിയെടുക്കുന്നതിന്റെ 1% കാണിക്കുന്നില്ല അല്ലേ? അപ്പൊ ഇത് വൈകുന്നേരം കൊണ്ട് കൊടുക്കാം അല്ലേ? ഇനി ചപ്പാത്തി കഴിച്ചോട്ടെ. ഇനി കായ് വന്നുവാ. കായ് വന്നിട്ട അതിന്റെ അതിന്റെ മാംസം വന്നു. അതിന്റെ തോലില്ലേ, അത് കുറച്ച് വേവ് കുറവ്. നല്ലോണം വേവട്ടല്ലേ, ഉടക്കണ്ടല്ലേ. ചിലവരൊരു അഭിപ്രായം പറയുന്നുണ്ട് അച്ഛനമ്മ ഒറ്റക്കാ നിൽക്കുന്നതെന്ന്. അയ്യോ, അച്ഛനമ്മ ഒറ്റക്കൊന്നല്ല. അച്ഛന് 4 മക്കളുണ്ട്. പിന്നെ ഏട്ടനും പിന്നെ ഏട്ടത്തിയമ്മയും വൈകിയാണ് തറവാട്ടിലെ അച്ഛൻ്റെ അപ്പുറം. നമ്മ അതിന്റെ ഇപ്പുറത്ത് തന്നെ, കുറച്ചല്ല അതിന്റെ ഇപ്പുറത്ത് തന്നെ മുട്ടിട്ട് തന്നെ നമ്മളെ വീടും. ചില വീടുകളിൽ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും പുതുതായി കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുന്നത്. അച്ഛനമ്മേനെ ഒറ്റക്കാക്കാൻ പാടില്ല, നിങ്ങൾക്ക് കൂട്ടിക്കൂടിയ വീട്ടിലേക്ക് എന്നല്ല എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മ വിളിച്ചതാണ്, അച്ഛനമ്മയും വരുന്നില്ല. തറവാട് വിട്ടിട്ട് അവർ ഏടിയും വരില്ല. തറവാട് വിട്ടിട്ട് അവർ ഇങ്ങോട്ട് വരുന്നില്ല. ആടവിന് ഏട്ടനും നടത്തിയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ ടൈൽസിൻ്റെ പണിക്കെല്ലാം പോകുന്നതാണ്, ടാപ്പിങ്. ഏടത്തി ചപ്പാത്തി കമ്പനിയിൽ പണിക്ക് പോകുന്നതാണ്. അപ്പോൾ അവരെല്ലാ വീടിനും ഉണ്ടാവില്ല. ഏടത്തി അങ്ങനെ എല്ലാ വീടും മടിയാണ്, അതുകൊണ്ട് നിൽക്കില്ല. ഏട്ടൻ പിന്നെ അങ്ങനെ പണിക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ കാണലുമില്ല അല്ലേ? അപ്പോൾ വൈകക്കുട്ടി നമ്മളെ വീടിന് ഉണ്ടാവലുണ്ട്. അതാണ് അച്ഛനമ്മയെ നമ്മ ഒറ്റക്കാക്കുക. നമ്മളിങ്ങോട്ട് വരാൻ പറഞ്ഞത് അവരെ വരുന്നില്ല ഇങ്ങോട്ട്. തറവാട്ട് വീട്ട് വരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പഴയ ആൾക്കാരുടെ പിന്നെ അങ്ങനെ ആണല്ലോ. അതാണ് അച്ഛൻ്റെ അമ്മയും ജീവിതമെല്ലാം. അപ്പോൾ നമ്മളെ കോയും കായെല്ലാം വൃത്തി വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ കായൊന്ന് ഉടച്ചു കൊടുക്കണേ. കയ്യിൽ വെച്ചിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വൈകുന്നേരം തരാം, വൈകുന്നേരം എടുക്കാട്ടാ. ചക്ക ചെറിയൊരു കൊത്തിയിട്ട് അത് അതായോ അടവ പാങ്ങാക്കി അട വെച്ചിരുന്നു. തുള മാത്രം വെച്ചിട്ട്. അച്ഛൻ നല്ല സ്റ്റൈലിലല്ല, നല്ല സ്റ്റൈലിലല്ല. ഷൈബിലും ചോദിച്ചാൽ നല്ല സുന്ദരനായിട്ടുണ്ട് അച്ഛൻ. ഇതാ അല്ലേ? കായ് കുത്തി ഉടക്ക്. കായ് ഉടക്കണം. നേന്ത്രക്കായ് ചിക്കൻ ഉടക്കണ്ട, കായ് മൊത്തം ഉടക്ക്. അപ്പം നമ്മുടെ കായെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ടേ. അതിന് കുറച്ച് കുരുമുളക് പൊടി കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടോ, കുറച്ചിട്ടാൽ മതി, എരിവുണ്ട്. മതി 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 മതി. ഒന്ന് മിക്സാക്കാം. ഓക്കെ, അപ്പോൾ ഇത് എടുത്തു വെക്കാം. ഇതൊക്കെ ഇനി വറുത്തിടാനുണ്ട്, എടുത്തു വെച്ചോ. ഇടക്കിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കറിവേപ്പില വറ്റൽമുളക് ഇനി ഇതിലൊക്കെ കാച്ചി പോരെ. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. അങ്ങനെ നമ്മുടെ കായും കോയും റെഡി ആയിട്ടുണ്ട്.
നമ്മൾ ചോറ് കഴിക്കട്ടോ കേട്ടോ, രസം വെക്കാൻ കഴിയുന്നില്ല. ഇതെന്റേതാണ്. അതിൻ്റെ തന്നെ കറിയാം, കുറച്ച് മതി. നിങ്ങള് വെക്കുന്ന പൊരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് കായും കോയി. അച്ചാറും ഉണ്ട് കേട്ടോ. ആദ്യം നമ്മളെ കായ് വെക്കട്ടെ. രസമുണ്ടാ ഉണ്ടാ? ചിക്കൻ നോക്കട്ടെ. ചിക്കൻ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും, നോക്കാറുണ്ട്. നമ്മുടെ കായ് കോയി, കായ് ചോറിലൊന്ന് കുഴച്ചെടുക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. കായ് നല്ല മസാല. കോഴി കാലിനൊന്നിയല്ല. അപ്പോൾ നമ്മുടെ മഴയും കായും കോയി ഒരു തേങ്ങാക്കൊത്ത് കഴിക്കാൻ മതി. എന്നാൽ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ, മഴയെല്ലാം കണ്ടിട്ട്. ഓക്കെ.